സയ്യിദ് ഹംസത്ത് തങ്ങള്, ഞാൻ ഓർത്തു പോവുകയാണ്, എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച തങ്ങളുടെ പള്ളിയിൽ ഒരു സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കും. അത് ഇന്നായിരുന്നു നടന്നിരുന്നത്. അതൊരുപാട് കാലമായി. തങ്ങൾക്ക് കുടുംബമില്ല, തങ്ങൾക്ക് ഭാര്യയില്ല, അതുപോലെ തന്നെ തങ്ങൾക്ക് അങ്ങനെ ആരുമില്ല. തങ്ങള് ആ ഒരു ചെറിയ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്ക് കഴിയുകയാണ്. പലപ്പോഴും ആ റൂമിന്റെ അകത്തളങ്ങളിൽ പാമ്പിനെ വരെ കണ്ടവരുണ്ട്. മഹാന്മാരായ തങ്ങന്മാരൊക്കെയും ആ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഈ തങ്ങളിൽ ഒരു വലിയ മഹാനായ ജിന്നുണ്ട് എന്നാണ്. വലിയ മഹാനായ തങ്ങളാണ് പറഞ്ഞത്. അതുപോലെ നടക്കുന്ന തങ്ങളാണ്. വലിയ അസറുള്ള തങ്ങളാണ്. ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എല്ലാ അവസാനത്തെ ബുധനാഴ്ചയും ഇന്ന് ആ സ്വലാത്ത് കഴിഞ്ഞ് ആ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത് ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ ഒരു 3 നില പള്ളി തങ്ങൾ സ്വന്തമായി നിർമ്മിച്ചിട്ടുണ്ട്. ഒരു നല്ല മനോഹരമായ പള്ളി. തങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ക്യാഷും മുഴുവൻ പണവും അതിനു വേണ്ടി ചെലവഴിച്ച് സ്വന്തമായ ഒരു വീട് പോലും ഉണ്ടാക്കാതെ ഒരു മനോഹരമായ റബ്ബിന്റെ വീട് തങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അവിടെ നല്ല ദർസ് നടക്കണം. അതിനാണ് തങ്ങൾ എന്നെ ഏൽപ്പിച്ചത്. ആ തങ്ങളുടെ അടുക്കൽ ഞാൻ വരുമ്പോ തങ്ങൾ അവസാനമായി തങ്ങളുടെ കൂടെയുള്ള നമ്മുടെ റജബ് മൊഹീദ്ദീൻ ഹാജി, ചോക്കട്ടയിലുള്ള മൊഹീദ്ദീൻ ഹാജി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോയോ എന്നറിയൂല. അദ്ദേഹവും നമ്മുടെ കൂടെ, നമ്മൾ ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് തങ്ങളുടെ കൂടെ നല്ലൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മനോഹരമായൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തങ്ങൾ പൊതുവെ തലയിക്കെട്ട് കെട്ടുന്ന സ്വഭാവക്കാരനല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങളെ ഞാനൊരു തലയിക്കെട്ട് കെട്ടിത്തരാം. അങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ തങ്ങൾക്ക് മനോഹരമായൊരു തലയിക്കെട്ട് കെട്ടിക്കൊടുത്തു. തങ്ങൾ ആദ്യമൊക്കെ പറയണം എനിക്കത് ശരിയാവൂല എന്നൊക്കെ പറയുന്നെങ്കിലും കെട്ടിക്കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് നല്ല റാഹത്തായി. കണ്ണാടിയൊക്കെ എടുത്ത് നോക്കി, ഞാൻ ശരിയുണ്ടോ എന്നൊക്കെ നോക്കി, ഫോട്ടോത്തിനൊക്കെ നിന്ന് അങ്ങനെ നല്ല നിലയ്ക്ക് പിരിഞ്ഞ തങ്ങളാണ്. ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, മദനിയെ കേൾക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, തങ്ങൾക്ക് വേണ്ടി എല്ലാവരും യാസീനും ഖുർആനും ഫാത്തിഹയും എല്ലാം ഓതി ഹദിയ ചെയ്യണം. കഴിയുന്നവരൊക്കെയും തങ്ങളുടെ ജനാസയിൽ പങ്കെടുക്കാൻ, ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സജിപ്പയിലെ ചട്ടേക്കാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് കൂടി സാന്ദർഭികമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് നല്ലൊരു യാത്രയയപ്പ് നാഥനായ റബ്ബിലേക്ക് നമുക്ക് നൽകണം. അല്ലാഹുവേ, തങ്ങളുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. തങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റബ്ബേ. തങ്ങളുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തുമെല്ലാം തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്.